ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റിട്ട് മുറ്റത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ. ഞാൻ ഒരു ചൂട് കാപ്പി കുടിക്കും കേട്ടോ ചില സമയങ്ങളിൽ തോന്നുന്ന സമയത്ത്. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം ആലോചിച്ചിരിക്കും. അപ്പോഴാണ് ഓർമ്മ വരുന്നത് നേരെ അടുക്കളയിൽ കയറണ്ടേ. വാ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ഇന്നത്തെ പണി തുടങ്ങാം. ഇന്ന് ഞാനൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, ഒരു ബീഫ് റോസ്റ്റും. അതോടെ എൻ്റെ പണി കഴിഞ്ഞു. ഇന്ന് പെട്ടെന്ന് ഓഫീസിൽ പോകണം. മോന് സ്കൂള് പൂട്ടിയതാണ്. എന്നാലും 10:30-11 മണിക്കാണ് ഇപ്പോൾ എണീക്കുന്നത്. നേരത്തെ എണീപ്പിച്ച് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അടുക്കളയിൽ അറിയാലോ, സമയം കൂടുതലെടുക്കുന്നത് കൊണ്ടൊന്നും പറ്റാറില്ല. എനിക്ക് ഉച്ചത്തെ പണിയാണ് കേട്ടോ ചെയ്യാൻ താല്പര്യം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിത്തെ കാര്യങ്ങളും ഞാൻ അമ്മേനെ ഏൽപ്പിക്കും. അടിപൊളി അവിയൽ റെഡി ആയിട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഷടപടയുന്ന ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ട്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം കൂടെ ഇട്ട് ഒന്ന് ബീഫ് വേവിച്ചെടുക്കാം. അതാണ് പെട്ടെന്നുള്ളത്. കുറച്ച് കുക്കിങ്ങൊക്കെ ആസ്വദിച്ച് ചെയ്യുന്നൊരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സമയം തീരെ ഇല്ല, എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അതുകൊണ്ടൊരു കാട്ടിക്കൂട്ടിലാണ് രാവിലെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തൽക്കാലത്തേക്ക് ബീഫൊക്കെ കണ്ടോ റെഡി ആയിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ എല്ലാം വാട്ടിയിട്ട് ഇതും കൂടിയിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നടുക്ക് ഒരു ഓട്ടത്തിന് പോയിട്ട് മോനെ വിളിച്ച് വരും കേട്ടോ. കുഞ്ഞാ എണീക്കി കുളിക്കി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് 2 ഉമ്മയൊക്കെ കൊടുത്ത് ചില സമയങ്ങളിൽ 2 മിനിറ്റ് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ വീണ്ടും അടുക്കളയിൽ പോയിട്ടാണ് ബാക്കി പണി തുടങ്ങാം. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വീണ്ടും വരും മോനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സമയത്ത്. അങ്ങനെ ഇന്ന് കുറച്ച് ഇരട്ടിപ്പണിയായിപ്പോയി കിച്ചണിൽ. ബീഫ് വെന്തിട്ടുണ്ടായിരുന്നില്ല, വീണ്ടും കുക്കറിലിട്ട് വേവിച്ചു. കണ്ടോ പണി തീരുന്നില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു തട്ടിക്കൂട്ടൽ ബീഫ് കറി ഉണ്ടാക്കി. അമ്മ പത്തിരി ചൂടാണ് കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കാറില്ല. അതുകൊണ്ട് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ് അല്ല ബീഫ് കറി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതോടെ എൻ്റെ പണി ഇന്നത്തെ അവസാനിച്ചു. നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ലൈക്ക്